ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ രവി പാലക്കാട്. AC വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജിൻ്റെയൊക്കെ PCB റിപ്പയർ ചെയ്യുന്നയാൾ. ഇന്ന് നമുക്ക് സാംസങ് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ്റെ ഒരു ബോർഡാണ് കിട്ടിയിരിക്കുന്നത്. 12 ബട്ടൻ്റെ. ഇതേ നമുക്ക് എല്ലാവർക്കും അറിയാം, 12 ബട്ടൻ്റെ പ്രത്യേകതരം ബോർഡ്. സംഗതി ഡെഡായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വരാൻ ചാൻസ് ഉള്ള കംപ്ലൈൻറ്റുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഫങ്ഷൻസ് എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, സാധാരണ എല്ലാ വാഷിംഗ് മെഷീനിലും വരുന്ന പോലെ തന്നെ ഇതിനകത്തൊരു പവർ സപ്ലൈ ഉണ്ടാവും. അതിനൊരു മൈക്രോ പ്രോസസ്സറും, സ്വിച്ചിങ് ഏരിയ, ഡിസ്പ്ലേ ബോർഡ്, അതിൻ്റെ കൺട്രോൾ ബോർഡ്, പിന്നെ അതിൻ്റെ ഔട്ട്പുട്ട്, അതായത് മോട്ടറിലേക്കും ഡ്രെയിൻ മോട്ടർ, ഇൻലെറ്റ് വാൾവ് ഇതിലേക്കൊക്കെ കണക്ഷൻ നമ്മൾ ഇവിടെ നിന്നാണ് കൊടുക്കുന്നത്. അതിലേക്കുള്ള സ്വിച്ചിങ് ഏരിയ, അതിൻ്റെ മെയിൻ റിലേ, അതായത് നമ്മൾ സ്വിച്ച് ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് ഈ റിലേ ഓൺ ആയാലാണ് മെഷീൻ്റെ അകത്തേക്ക് ഔട്ട്പുട്ട് കിട്ടുക. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ചേർന്നാണ് ഒരു വാഷിംഗ് മെഷീൻ്റെ ബോർഡ്. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ നമ്മൾ ആദ്യമായി 230 നമ്മൾ കൊടുക്കുന്നത് ഇതിലാണെന്ന് എല്ലാവർക്കും അറിയാം. ഇതിൽ നമ്മൾ 230 കൊടുക്കുന്നു. ഇതിൻ്റെ ഈ 230 കൊടുക്കുന്ന ലൈൻ ഇവിടെ ഈ 2 ഡയോഡും ഒരു PTC റെസിസ്റ്റർ വഴി, അതായത് ഡയോഡ് വഴി ആദ്യം റെക്ടിഫൈ ചെയ്ത് അതിനെ ഫിൽട്ടർ ചെയ്ത്, ഈ കപ്പാസിറ്ററാണ് ഫിൽട്ടർ ചെയ്യുന്നത്. അതിനുശേഷം ഈ PTCയും ഈ റെസിസ്റ്ററും വഴി അതിനെ ചെറുതായിട്ടൊന്ന് റെസിസ്റ്റർ വഴി ആണ് നമ്മുടെ ഈ മെയിൻ ഡിവൈസിൻ്റെ പോയിൻറ്റിലേക്ക് കൊടുക്കുന്നത്. ഈ ഡിവൈസാണ് ഇതിൽ SMBSൻ്റെ സ്ഥാനത്ത് വർക്ക് ചെയ്യുന്നത്. കമ്പനിയുടെ സ്പെഷ്യൽ ഐറ്റമാണ്. എന്നിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ടാണ് നമുക്ക് 12 വോൾട്ടായി കിട്ടുന്നത്. ആ 12 വോൾട്ട് ഫിൽട്ടർ ചെയ്യാനുള്ള കപ്പാസിറ്ററാണ് ഇവിടെ ഇരിക്കുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ ഔട്ട്പുട്ട് 5 വോൾട്ട്, അതായത് 7805 റെഗുലേറ്റർ IC ആണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഔട്ട്പുട്ടാണ് ഇതിൽ വരിക. ഇതിൽ വന്നിട്ട് 5 വോൾട്ട് കിട്ടും. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട, ഡെഡായിട്ട് വരികയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ ഇത്രയും ഭാഗങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതായത് ഈ PTC, NTC, PTC എന്നൊക്കെ പറയുന്ന ഒരു ഡിവൈസ് എന്തെങ്കിലും ഷോർട്ടോ വല്ലതും ആണെങ്കിൽ ഹൈ റെസിസ്റ്റൻസായി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. ഇതതിൻ്റെ മെയിൻ ഫിൽട്ടർ 22 MFT 500 വോൾട്ടിൻ്റെ കപ്പാസിറ്റർ ആയിട്ടിരിക്കുന്നത്. ഇതതിൻ്റെ ഒരു റെസിസ്റ്റർ, ഒരു ഫ്യൂസിൻ്റെ സ്ഥാനത്താണ് വർക്ക് ചെയ്യുന്നത്. 180 ohm 5 വാട്ട് ഫ്യൂസബിൾ റെസിസ്റ്ററാണ്. ഈ ഡിവൈസിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് 12 വോൾട്ട് കിട്ടുമെന്ന് പറഞ്ഞു. ആ 12 വോൾട്ടിൻ്റെ ഫിൽറ്ററാണിത്. 1000 MFT 35 വോൾട്ടിൻ്റെ കപ്പാസിറ്റർ. പിന്നെ റെഗുലേറ്റർ IC 7805. അതിൻ്റെ ഔട്ട്പുട്ട് 5 വോൾട്ട് ഇത് ചെയ്യുന്ന ഫിൽട്ടർ ചെയ്യുന്ന 470 MFT 60 വോൾട്ടിൻ്റെ കപ്പാസിറ്ററാണ് ഇത്. നമുക്ക് ഈ ബോർഡൊന്ന് ചെക്ക് ചെയ്യാം. ഈ ലൈനിൽ ഞാൻ 230 വോൾട്ട് കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റായിട്ട്. അതിൻ്റെ കണക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഒന്ന് ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ സ്റ്റേജ് ബൈ സ്റ്റേജായിട്ട് വോൾട്ടേജ് വരുന്നുണ്ടോ, എവിടെയാണത് ബ്രേക്ക് ആവുന്നത്, എന്താ അതിൻ്റെ കംപ്ലൈൻറ്റ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഞാൻ ഓൺ ചെയ്യാൻ പോവാം. ഓൺ ചെയ്തു. ഫസ്റ്റ് നമ്മൾ മീറ്റർ എപ്പോഴും ശ്രദ്ധിക്കണം. AC പോയിൻറ്റിൽ AC വോൾട്ടിൻ്റെ ഇത് നമ്മൾ മോഡ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പോയിൻറ്റിലാണ് നമ്മൾ ആദ്യം 230 വോൾട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ പോയിൻറ്റിൽ നമുക്ക് 230 വോൾട്ട് കൃത്യമായി കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ 230 വോൾട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ വരുന്നതിന് മുമ്പ് ഇവിടെ ഒരു സേഫ്റ്റി ഡിസ്ക് കപ്പാസിറ്റർ വരും. ഇവിടെ ഒരു സേഫ്റ്റി പ്രൊട്ടക്ഷൻ സർക്യൂട്ട് ഉണ്ട്. ഇത് 2 ഡിസ്ക് കപ്പാസിറ്റർ. ഇതിലെന്തെങ്കിലും ഷോർട്ട് ഉണ്ടെങ്കിലും മെയിൻ ഫ്യൂസ് അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഡെഡായിട്ടാണെന്നുണ്ടെങ്കിൽ ഫ്യൂസ് അടിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ മെയിനായിട്ട് ഈ 2 കപ്പാസിറ്റർ ആദ്യം ഒന്ന് ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ റെക്ടിഫയറും അതുപോലെ ഈ മറ്റുള്ള കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ 230 വോൾട്ട് കൃത്യമായിട്ട് വരുന്ന സ്ഥിതിക്ക് ഇവിടെ ഷോർട്ടൊന്നും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. 230 വോൾട്ട്. ഓക്കെ. ഇനി നമ്മൾ അടുത്ത് DC വോൾട്ട് സെലക്ട് ചെയ്യാം. DC വോൾട്ട് സെലക്ട് ചെയ്തിട്ട്, അതായത് ഈ 230 വോൾട്ട് ഈ 2 ഡയോഡ് വഴി സീരീസ് ആയിട്ട് 2 ഡയോഡ് കൊടുത്തിട്ടുണ്ട്. ഈ 2 ഡയോഡ് വഴി ഇത് റെക്ടിഫൈ ചെയ്തിട്ടാണ് ഇതിൻ്റെ പിന്നിലേക്ക് നമ്മൾ ഇത് അവിടെ കാണിച്ചു തന്ന ഫ്യൂസബിൾ റെസിസ്റ്ററിൻ്റെ പിന്നാണ്. അപ്പോൾ ഈ പിന്ന് വഴി ഒന്ന് റെസിസ്റ്ററിൻ്റെ ഈ ഫ്യൂസബിൾ റെസിസ്റ്റർ വഴിയാണ് നമ്മൾ ഈ കപ്പാസിറ്ററിൻ്റെ പിന്നിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡയോഡിൻ്റെ ഇങ്ങേ ഭാഗത്ത്, അതായത് ഇതിൻ്റെ ഭാഗത്ത് വോൾട്ടേജ് നോക്കണം. 300
22 വോൾട്ട് ആവറേജ് അത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി DC ഇത് ഈ കപ്പാസിറ്ററിൻ്റെ പിന്നിലാണ് നോക്കുന്നത്. മെയിൻ കപ്പാസിറ്ററിൻ്റെ ഈ 321 വോൾട്ട് അത് നമുക്ക് കൃത്യമായി കിട്ടുന്നുണ്ട്. അടുത്ത് നമ്മൾ ഈ പിന്ന് നമ്മൾ നേരിട്ട് ഇവിടെ കൊടുക്കുന്നത് ഇതിൻ്റെ ഡിവൈസിൻ്റെ പിന്നിലേക്കാണ്. ഇതവിടെ ഒരു PTC വരും. ഈ PTC വഴി ഇതിലേക്ക് കൊടുത്തു. ഇവിടെയും 323, അതായത് ഇവിടെ കാണുന്ന ആ ഡിവൈസിൻ്റെ പിന്നിലേക്ക് നമ്മൾ കൊടുത്തപ്പോൾ 321 വോൾട്ട് ഇതുവരെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട്, അതായത് ഈ ഡിവൈസിൻ്റെ ഔട്ട്പുട്ട് ഇതിൽ നെഗറ്റീവ് ടു പോസിറ്റീവ്, അതായത് നെഗറ്റീവ് റെഗുലേറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ ഇവിടുത്തെ നെഗറ്റീവിൽ ഇതിലും കൂടെ നോക്കിയാൽ 12 വോൾട്ട് കിട്ടണം. 12 വോൾട്ട് കൃത്യമായി കിട്ടുന്നുണ്ട്. ഇവിടെ അതേപോലെ ഇതിൻ്റെ 5 വോൾട്ട് കിട്ടണം, അതും കിട്ടുന്നുണ്ട് കൃത്യമായിട്ട്. കാണുന്നില്ല, ഒന്നുകൂടെ റെഡിയാക്കി എടുക്കാം. ഈ ഗ്രൗണ്ട് ടു ഇതിൻ്റെ പിന്നിലേക്ക് 5 വോൾട്ട് കൃത്യമായി കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ SMPS ഭാഗം കറക്റ്റാണെന്ന് അർത്ഥം. പക്ഷേ ഇപ്പോൾ ഓണായി. ഇതിൽ സാധാരണഗതിയിൽ കംപ്ലൈൻറ്റ് വരുന്നത് ഇതൊക്കെയാണ്. അതായത് ഈ പ്രൊട്ടക്ഷൻ സർക്യൂട്ടിൻ്റെ 2 കപ്പാസിറ്റർ ഏതെങ്കിലും ഷോർട്ടായാൽ ഇതിൻ്റെ മെയിൻ ഫ്യൂസ് അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെഡായിട്ടാണ് വരിക. അപ്പോൾ ഇതിലെന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് ആദ്യം നോക്കുക. അത് കഴിഞ്ഞ് ഇവിടെ ഒരു ഡയോഡ് വരും, മെയിൻ റെക്ടിഫയർ. 2 ഡയോഡ് സീരീസ് ആയിട്ട് ആണിത് റെക്ടിഫൈ ചെയ്യുന്നത്. ഈ മെയിൻ ഈ ലൈനിൽ നിന്ന് ഇതിലേക്കും ഇവിടുന്ന് ഇതിലേക്കും. എന്നിട്ട് ഇവിടുന്ന് വരുന്ന വോൾട്ടേജ് ഈ ഫ്യൂസബിൾ റെസിസ്റ്റർ വഴിയാണ് ഈ കപ്പാസിറ്ററിൻ്റെ പിന്നിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ കപ്പാസിറ്റർ, അതായത് ഈ മെയിൻ കപ്പാസിറ്ററിൻ്റെ പിന്നിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ കപ്പാസിറ്റർ ഷോർട്ട് ആവുക, വീക്ക് ആവുക ചെയ്താലോ, അല്ലെങ്കിൽ ഈ റെസിസ്റ്റർ, അതായത് ഫ്യൂസബിൾ റെസിസ്റ്റർ പോവുക, അല്ലെങ്കിൽ ഈ റെക്ടിഫയറിൽ ഏതെങ്കിലും ഷോർട്ട് ആവുക ചെയ്താലും നമുക്കിവിടെ വോൾട്ടേജ് കിട്ടില്ല. ഇതിൻ്റെ ഈ പിന്നിലേക്ക് വോൾട്ടേജ് കിട്ടില്ല, നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടില്ല. അങ്ങനെയാണ് ഇത് മെയിനായിട്ട് ഡെഡായിട്ട് കംപ്ലൈൻറ്റ് വരിക. അപ്പോൾ മെയിനായിട്ട് ഇതിൽ കംപ്ലൈൻറ്റ് വരുന്നത് ഇതൊക്കെയാണ്. അതായത് ഈ 2 ഡിസ്കിൽ ഏതെങ്കിലും ഷോർട്ട് ആവാം, ഈ NTC കംപ്ലൈൻ്റ് ആവാം, ഈ ഫ്യൂസബിൾ റെസിസ്റ്റർ കംപ്ലൈൻ്റ് ആവാം, ഈ കപ്പാസിറ്റർ കംപ്ലൈൻ്റ് ആവാം. അത് കഴിഞ്ഞ് മെയിനായിട്ട് ഈ ഒരു ഡിവൈസ് വരും. ഇത് അവരുടെ കമ്പനി സ്പെഷ്യൽ ഡിവൈസാണ്. ഇത് വെളിയിലൊന്നും വാങ്ങിക്കാനും കിട്ടില്ല. അപ്പോൾ ഈ ഡിവൈസിലേക്കാണ് നമ്മൾ ഈ റെക്ടിഫൈ ചെയ്ത് പ്യുവർ DCയുടെ ഒരു പിന്നത് ഈ ഡിവൈസിലേക്കാണ് കൊടുക്കുന്നത്. നമ്മൾ കൊടുക്കുന്നത്. ഇത് ഇവിടുന്നത് കൊടുത്ത് ഇത് റെഗുലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഇപ്പുറത്തെ ഔട്ട്പുട്ട് തരുന്നത്. നെഗറ്റീവ് റെഗുലേഷനാണ്. ഇതുണ്ടോ, ഇതിൻ്റെ ഡയറക്റ്റ് ഫേസാണ് ഇതിൽ 12 വോൾട്ടിക്കായി ഇതിലേക്ക് വരുന്നത്. ഇതിന് നെഗറ്റീവാണ് ഇതിൽ നമുക്ക് റെഡ്യൂസ് ചെയ്ത് ഇതിൻ്റെ കോമൺ നെഗറ്റീവിലേക്ക് തരുന്നത്. ഈ റെഗുലേറ്റർ ICയുടെ പിന്നാണ് ഈ കാണുന്നത്. 7805 സെൻറ്റർ പിന്നെ നമുക്ക് ഗ്രൗണ്ട് ആയിരിക്കും. ആ ഗ്രൗണ്ട് ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രൗണ്ടിൽ നിന്ന് ഇതിലേക്ക് 12 വോൾട്ടും ഇതിലേക്ക് 5 വോൾട്ടും കിട്ടിയാൽ നമുക്ക് ഓക്കെയാണ്. അപ്പോൾ ഈ റെഗുലേറ്റർ IC കംപ്ലൈൻ്റ് ആവാം. അതുപോലെ ഇവിടെ കിടക്കുന്ന ചെറിയ ഡിസ്ക് കപ്പാസിറ്ററുകൾ ഇതുണ്ടോ, പ്രൊട്ടക്ഷൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇത് ഏതെങ്കിലും ഷോർട്ടായാലും കംപ്ലൈൻ്റ് ആവാം. മെയിനായിട്ട് ഈ ഡിവൈസ്, ഇതിൻ്റെ SMPS ഡിവൈസ് കംപ്ലൈൻ്റ് ആവാം. ഫ്യൂസബിൾ റെസിസ്റ്റർ NTC, ഈ NTC വഴിയാണ് ഇതിൻ്റെ മെയിൻ വോൾട്ട് ഇതിൻ്റെ പിന്നിലേക്ക് നമ്മൾ ഈ 300 വോൾട്ടിൻ്റെ ഇതുവഴിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കംപ്ലൈൻ്റ് ആവാം. അപ്പോൾ ഈ റെസിസ്റ്റർ കംപ്ലൈൻ്റ് ആവാം. ഇതൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് വരിക. പിന്നെ ഇവിടെ ചെറിയൊരു ഫിൽട്ടർ കപ്പാസിറ്റർ വരുന്നുണ്ട്. അതും ഈ 300 വോൾട്ടിൻ്റെ ഫിൽട്ടർ ഭാഗത്താണ് വരുന്നത്. ഇതിൻ്റെ നൈറ്റ് ഇതിലേക്കാണ് വരുന്നത്. അത് ഷോർട്ടായാലും ഈ പ്രശ്നം വരും. അപ്പോൾ മെയിനായിട്ട് ഇതിനകത്ത് ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇതിൻ്റെ പവർ സപ്ലൈ കംപ്ലൈൻ്റ് ആണെങ്കിൽ. പിന്നെ ഇതിൻ്റെ ഫീഡ്ബാക്ക്, അതായത് ഇടയ്ക്ക് സ്ട്രക്ക് ആവുക, അങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിന് ഇവിടെ ഒരു ഓപ്റ്റോ കപ്ലർ വരും. ഇതിൽ കംപ്ലൈൻ്റ് ആയാൽ ഇടയ്ക്ക് വെച്ച് നമുക്ക് പ്രോഗ്രാം കറക്റ്റായി വർക്ക് ചെയ്യാത്ത ഒരു സ്റ്റേജ്, അതായത് സ്ട്രക്കായിട്ട് വരുന്ന ഒരു സ്റ്റേജ്, അതിൻ്റെ ഫാൾട്ട് മാത്രമായിട്ട് ഞാനൊരു വീഡിയോ ഇതിന് മുമ്പേ ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയും ഭാഗങ്ങൾ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.